കുറച്ച് പെരിഞ്ചീരകം വേണം. പെരിഞ്ചീരകം ഞാൻ ഈ ഒരു അടിക്കുന്ന സമയത്ത് ഇടുന്നില്ല. ഇത്രയും തേങ്ങ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്തിരി തേങ്ങ മാറ്റിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് അടിച്ചെടുക്കും കേട്ടോ. ഇത്രയും നമ്മുടെ തേങ്ങ നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങ മാറ്റുന്നുണ്ട്. ഇത് തേങ്ങ നമുക്ക് വേണ്ട, ഞാൻ മാറ്റി. ഇതിലേക്ക് നമ്മുടെ പെരിഞ്ചീരകം കുറച്ചിട്ട് കൊടുക്കും. ഇട്ടിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അത്യാവശ്യം വലിയൊരു തക്കാളി നല്ല പഴുത്ത് നോക്കിയെടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിക്കൊന്ന് വയ്ക്കുക. അപ്പോൾ ഇത് നമ്മുടെ സവാള എല്ലാ സംഭവങ്ങളും ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിനകത്തേക്ക് കുറേ പൊടിയൊന്നും ഇടണില്ല. ജസ്റ്റ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി മാത്രം. കാരണം നമ്മുടെ ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനിൽ നല്ല എരിവിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചിക്കൻ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാനിതിനകത്തേക്ക് മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ ഇതേ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. നല്ലപോലെ പൊടികളൊക്കെ മൂത്ത് വരട്ടെ. അതുവരെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇതല്ലേ, എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ ഇറച്ചിക്കറി വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ല രീതിക്ക് മൂത്ത് വരണം. നല്ലപോലെ വാടി കുഴഞ്ഞ് വരുന്ന സമയത്ത് വേണം പൊടികളിട്ട് കൊടുക്കാൻ. ഇനി ആ പൊടികളും ചേർത്ത് നല്ല രീതിക്ക് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ അടപ്പൊന്ന് മാറ്റാൻ പോവാണ്. അതായത് ചെറിയ അടപ്പിലേക്ക് ഞാൻ ഇറച്ചിക്കറി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വലിയ അടപ്പ് ഞാൻ ഫ്രീ ആക്കിയിട്ടുണ്ട്. വലിയ അടുപ്പ് എനിക്കൊരു സംഭവം വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രം വെള്ളം കൂടി ഇതിനകത്തേക്ക് കറക്റ്റ് അളന്നെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളി ചതച്ചതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഈ വെള്ളം ഒന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ വെക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കാറില്ല. വെള്ളം ഒഴിക്കാതെയാണ് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കറി വെക്കുന്നത്. അപ്പോൾ അതേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ സിമ്മിൽ മൂടി ഉപയോഗിച്ച് അടച്ചിട്ടിട്ടാണ് ഞാൻ വേവിക്കാറ്. അപ്പോൾ അടിയൊന്നും പിടിക്കാതെ നല്ലൊരു ഗ്രേവി തിക്കായിട്ടുള്ള നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള കറി റെഡിയാക്കും. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് പൊടി എന്തായാലും നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പെരിഞ്ചീരകവും നമ്മുടെ ആ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കേ ആ പൊടിയിലേക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും പെരിഞ്ചീരകവും ഒക്കെ നമുക്ക് പൊടിയുടെ എല്ലാ ഭാഗത്തേക്ക് ആകുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് പയ്യനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ട് വരട്ടെ. എന്നിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പൊടി നന്നായിട്ട് വാട്ടിയെടുക്കണം. ഓക്കെ, അപ്പോഴേ ഒരു കാര്യം പറയാൻ മറന്നുപോയേ, ഇത് കളിക്കുന്നോളെ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വരട്ടെ. ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ കറി തിളച്ചിട്ടുണ്ട്. നമ്മൾ തീ ഒന്ന് കുറച്ചിടുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാറുണ്ട്. ചട്ടിയിലല്ലേ വെച്ചിരിക്കുന്നത്. ചിക്കൻ കറി റെഡിയാ. വെള്ളം പൊടിയുടെ വെള്ളം തിളക്കുന്ന സമയത്ത് മാത്രമൊക്കെ നമ്മൾ കഴുകിയെടുത്തേ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയും പൊടിയും ജീരകവും ഒക്കെ കൂടിയുള്ള സംഭവത്തിന് ചേർത്ത്
ഹോൾ ഇട്ട് കൊടുക്കാം. ചാല് കീറുക എന്ന് പറയില്ലേ, അതേപോലെ സംഭവം. പൊടി നന്നായിട്ട് മുകളിലേക്ക് വെള്ളം വന്നിട്ട് പൊടിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തീയിലിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഇതാക്കിയിട്ട് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പൊടി ഇത് കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് എല്ലാം കൂടി കൂട്ടി ഇതുപോലെ നമ്മൾ റെഡിയാക്കിയെടുക്കും. പത്തിരിക്കൊക്കെ നമ്മൾ പൊടി കിണ്ടുന്നത് പോലെ കിണ്ടിയെടുക്കും. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലെ കുറച്ച് നേരം ഇത് കിടക്കട്ടെ. നമ്മളുടെ ആ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പിടികൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രേവിയോടും കൂടി നല്ല സെറ്റായിട്ടുള്ളൊരു കറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിലുള്ള മല്ലിയിലയും വേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കുഞ്ഞി ഉരുളകളായിട്ട് നമുക്ക് ഇതേപോലെ ഉരുട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗത്തോളം കഴിഞ്ഞു. ഇനി ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പാലില്ലേ, തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങാപ്പാലൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം അതും കൂടെ അല്ലേ ഉള്ളൂ. ആ തേങ്ങാപ്പാൽ അപ്പോഴേക്കും ചൂടായിട്ട് വരും. വാട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രം തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചില്ല. അപ്പോൾ അത് വെച്ച് കൊടുത്തു. നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ്, അത് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയും അതുപോലെ തന്നെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വേറെ പാത്രങ്ങളും സംഭവങ്ങളും ഒന്നും കഴുകാനില്ല. അതിൻ്റെ ഇടയിൽ അതും കഴുകി കേട്ടോ. അപ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി പണി കുറവ് കിട്ടും. ഈ സമയത്ത് നമ്മുടെ എന്താ പറയുക, തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ ഒരു കുഞ്ഞി മണി പോലുള്ള ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഓൾറെഡി വെന്തതാണ്, എന്നാൽ കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തിളച്ചൊന്ന് കുറുകി വരും. ആ ഒരു പിടി ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഫസ്റ്റ് പാല് അതും കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയോ ചിക്കൻ കറിയോ നമുക്ക് ഇനിയിപ്പോൾ നല്ല മുളകിട്ട മീൻ കറി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ആവി പറക്കുന്ന പിടി റെഡിയായി. കണ്ടില്ലേ? ഇനി ഇതിന് മുകളിലേക്ക് ചിക്കൻ കറി കൂടി ഒഴിച്ച് കുറച്ച് ഗ്രേവി കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ച സംഗതി പൊളി. അപ്പതേ നമ്മുടെ പിടി കഴിക്കാൻ പോവാൻ കേട്ടോ. പിടി എടുത്ത് തേങ്ങാപ്പാലിലും ആ ഗ്രേവിയിലൊക്കെ മുക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് കൂടാതെ ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായി പ്രമാരിച്ചവൻ. താങ്ക് യു.